ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വണക്കം. അങ്ങനെ നമ്മുടെ ദളപതി വിജയുടെ പുതിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും പോസ്റ്ററും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ പേര് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നാണ്, ദ ഗോട്ട് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നിരാശയോടെയാണ് ആ പോസ്റ്ററിനെ കണ്ടിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പോസ്റ്ററിന് എന്താ കുഴപ്പം? സാധാരണ ഞാനൊരു വിജയ് ആരാധകൻ. വിജയ് ആരാധകൻ എന്ന നിലയിൽ നമുക്ക് പറയാം, ഇതൊരു വിജയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇങ്ങനല്ല, ഇങ്ങനെ ആയിരിക്കില്ല. കാരണം കുറേ ഒരു 10 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇത്രയും ഒരു നൈസായിട്ട് വന്നിട്ടില്ല. കുറച്ച് മാസ് എലമെൻറ്റിൽ അവിടെ ചേർന്ന് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് വിജയുടെ എല്ലാ പടത്തിൻ്റെയും ഫസ്റ്റ് ലുക്ക് വരുന്നത്. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്ന ശീലം. ഈ പോസ്റ്റർ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വിജയ് മാസമായിട്ട് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് മാസ് ലുക്ക് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതി വെച്ചൊക്കെ നോക്കുമ്പോൾ വിജയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ അതൊക്കെ തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? മറ്റേ വിജയ്, അതായത് ഉപയോഗിച്ച് ചെറുപ്പക്കാരനായ ഒരു വിജയുണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പോരായ്മ കാണുന്നുണ്ട്. ഒരു ട്രോളൊക്കെ വരുന്നത് പോലെ ഒരു ചൈനീസ് നേപ്പാൾ രീതിയിലൊക്കെ ഒരു ലുക്കാണ് ആ ഒരു ചെറുപ്പകാലത്തിലെ വിജയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു പോസ്റ്ററൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഈ മാസം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും വിജയ രക്ഷകൻ എന്ന് പറയുന്നത്. പുള്ളിയും ആരാധകർക്ക് വേണ്ടി മാത്രമാണ് സിനിമ എടുക്കുന്നത്. ഇടയ്ക്കൊരു അദ്ദേഹത്തിനും ഈ നല്ല രീതിയിൽ അഭിനയ മുഹൂർത്തമുള്ള നല്ല രീതിയിൽ നോർമൽ പടം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാധകർക്ക് കൂടുതൽ മാസം ഉണ്ടായാലും വിജയുടെ ഒരു പടം ആൾക്കാർ കാണാൻ പറ്റും. ഒക്കെ മാറി പുള്ളിയുടെ ഒരു വെറൈറ്റി, ഒരു ചേഞ്ച് ഉള്ളൊരു ഫസ്റ്റ് ലുക്കാണ്. ചേഞ്ച് വേണം എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ് ഇതിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ലുക്കും ഇവർ ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇച്ചിരി ബോറായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇത് ആ പുറകെ ഇരിക്കുന്ന ചെറുപ്പകാലത്തിൽ വിജയ് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഹെയർ സ്റ്റൈലായാലും ലുക്കായാലും നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതൊരു നോർമൽ പോസ്റ്ററൊന്നുമല്ല. ഇച്ചിരി മാസ് കൂട്ടിയെടുത്ത രീതിയിൽ പറന്ന് വെടിവെച്ച് കൊടുക്കുന്ന വിജയുടെ ടിപ്പിക്കൽ അത് തന്നെയാണ്. പക്ഷേ ഫസ്റ്റിൽ ആ ഏജ്ഡായിട്ടുള്ള വിജയ് പക്കയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു റോബോട്ടായിരിക്കണം. അതായത് ചെറുപ്പകാലത്തിലെ ആ വിജയ് റോബോട്ടോ അല്ലെങ്കിൽ ഈ ഏലിയൻസ് ഉണ്ട്, അവർ വല്ലതും വിജയുടെ രൂപത്തിൽ മാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം ഇത് ഓക്കെ പറയാം. അല്ലാതെ ഒരു ഉപയോഗിച്ച് ആ ചെറുപ്പക്കാലം വളരെ ബോറായിട്ടാണ്, അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതാണ് ഈ സെക്കൻഡ് ലുക്കിലെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം പറന്ന് ഇത് അങ്ങനെ ഇതൊരു പോസ്റ്റർ എന്ന് പറയാമോ? ആ രീതിയിൽ സ്ലോ മോഷനിൽ എടുത്ത രീതിയിൽ ഇത് എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു SRK, നമ്മുടെ ജവാനിലെ SRKയുടെ ലുക്കൊക്കെ ഉണ്ട് വിജയിക്കും. എന്തായാലും ഇത് ഇച്ചിരി ബോറ. ഇതിപ്പം ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ പടം ഗംഭീരമാവട്ടെ. നമുക്ക് പടം കണ്ടിട്ടല്ലേ നല്ലൊരു അഭിപ്രായം പറയാൻ പറ്റുന്നത്. കാരണം പോസ്റ്റർ വെച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഇതൊരു ടൈം ട്രാവലർ മൂവിയാണ്. ഒരു ഹോളിവുഡ് സിനിമ, ലൂപ്പർ, അതിൻ്റെയൊക്കെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ വരുന്നുണ്ട്. എന്തായാലും സിനിമ ആഗസ്റ്റിലൊക്കെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാനിങ് ഉണ്ട്. ഇപ്പം പോസ്റ്റർ ഇതുകൊണ്ട് ചിലപ്പോൾ നിർത്തുമായിരിക്കും. ഇനിയുള്ള ഫസ്റ്റ് സിംഗിൾ സോങ് അതൊക്കെ ആയിരിക്കും വരുന്നത്. എന്തായാലും എനിക്ക് സെക്കൻഡ് ലുക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഉപയോഗിച്ചുള്ള വിജയുടെ ലുക്ക് അല്ലെങ്കിൽ അത് എങ്ങനെ വർക്കാവും എന്ന് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടറിയേണ്ടിട്ട് വരും. സംഭവം വിജയുടെ ടിപ്പിക്കൽ രക്ഷകനാണോ? ചിലപ്പോൾ ഏലിയൻസിനെയൊക്കെ രക്ഷിച്ചിട്ട് വരുന്നതാണോ? എന്തൊക്കെ ആയാലും നമ്മുടെ വെങ്കിട്ട് പ്രഭുവിൻ്റെ നാടകം, ഒരു ചിമ്പുമായിട്ടൊരു സിനിമയുണ്ടോ, ഞാൻ പേരെന്ന് പറഞ്ഞു, ഈ ലൂപ്പിൽ പെടുന്നത് തന്നെ. ആ ടൈപ്പൊക്കെ ആണെങ്കിൽ പൊളിയായിരിക്കും. ഇത് ഏലിയൻസിൻ്റെ ഒക്കെ അടുത്ത് പോയി അന്യഗ്രഹത്തിലൊക്കെ പോയി അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പം ഈ പോസ്റ്ററിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അടുത്ത പോസ്റ്റർ ഈ മാസ് ഇല്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വെറൈറ്റി, വിജയുടെ കുറേ നാൾക്ക് ശേഷം വെറൈറ്റി ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പക്ഷേ സെക്കൻഡ് ലുക്കുകളിൽ ആ പുറകിലത്തെ വിജയും അങ്ങനെ ദഹിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.